ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 92ാമത്തെ ദിവസം. ഈ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെ സെർച്ച് ചെയ്ത് പോയാലും, വീഡിയോ ആണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും അതിൻ്റെ ഒക്കെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ വാരിക്കൂട്ടി മുന്നോട്ട് പോകുന്ന കമൻറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്: ഈ പുറത്തു പോയവരെല്ലാം തിരിച്ചു വന്ന് ബിഗ് ബോസ് ഹൗസ് അങ്ങ് നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ്, നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അത് ശൈത്യയും ബിൻസിയും ടാർഗറ്റ് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ബിഗ് ബോസ് ഹൗസ് നെഗറ്റീവ് ആക്കിയോ എന്ന് ചോദിച്ചാൽ ആക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ അവരെ നെഗറ്റീവാക്കി. അവർ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം ഇന്ന് ഈ ദിവസം വരെയും അവർ നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് ഉണ്ട്, സൈബർ അറ്റാക്ക് ഉണ്ട്. അതൊന്നും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്ന കോൺവെർസേഷൻസും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു ദിവസം അവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്ത് അതിലെ നെഗറ്റീവ് സൈഡ് ചൂണ്ടിക്കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തുന്നത് ഇത്രയും നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ, ഇവരൊക്കെ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അനുഭവിച്ചതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അവരെ കൂടുതൽ നെഗറ്റീവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന്. യെസ്, ഓഫ് കോഴ്സ്. പക്ഷേ ഇത്രയും ദിവസം അവർ പുറത്ത് ഏറ്റുവാങ്ങിയിട്ടുള്ള ആ അറ്റാക്കില്ലേ, ആ അറ്റാക്കിലൂടെ അവർ നേടുന്ന ഒരു പ്രതിരോധ ശക്തിയുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്തും അവർക്കൊപ്പം നിന്നിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇതിനകത്ത് കയറി വന്ന് അനുമോളെ സന്തോഷിപ്പിച്ചാലും അനുമോളെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത്. ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. എന്തായാലും പുറത്തിറങ്ങുമ്പോൾ PR ഏജൻസിക്കാരും കമൻറ്റ് ബോക്സുകളൊക്കെ തങ്ങൾക്കെതിരായിരിക്കും. എന്നാൽ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോരെ. ശൈത്യാണെങ്കിലും ബിൻസി ആണെങ്കിലും രണ്ടുപേരും ഈ വിഷയത്തിന്, രണ്ടുപേർക്കും അനുമോളുമായിട്ട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അല്ലെങ്കിൽ അനുമോൾ ഉണ്ടാക്കി കൊടുത്ത നെഗറ്റീവ് ഇമേജ് അവരെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രകടിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടുപേരും അതിനെ ഡീൽ ചെയ്ത രീതി ഡിഫറൻ്റ് ആണ്. ബിൻസി കുറച്ചും കൂടി കാമായിട്ടാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതെങ്കിൽ ശൈത്യ വളരെ ഇമോഷണൽ ആയിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ശൈത്യ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ കലാഭവൻ സരികയും ആദിലയും നൂറയും ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും അനുമോളോട് ചോദിക്കുന്നത് അത് ഇവിടെ പറഞ്ഞു തീർക്കൂ എന്നാണ്. ബിൻസിയും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് അനുമോളെയാണ്. ഇവരൊക്കെ അവരുടെ ലൈഫിനെ എത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇത്രയും ഇമോഷണലായി അവതരിപ്പിക്കുമ്പോൾ പോലും അനുമോൾക്ക് അതിലൊരു ഞെട്ടലില്ല, ഒരു സങ്കടമില്ല, ഒരു പരിഗണനയില്ല. അതിന് അനുമോളോട് കാരണങ്ങൾ ചോദിക്കുമ്പോൾ അനുമോള് പറയില്ല, താല്പര്യമില്ല, പുറത്തിറങ്ങിയിട്ട് പറയാം, ഈ മറുപടികൾ മാത്രമാണ് പറയുന്നത്. യാതൊരു ഇമോഷനും നമുക്ക് കാണാനില്ല. എന്നാൽ ഇതേ ആളുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഓടിയെടുത്ത് കെട്ടിപ്പിടിക്കുന്ന, ആഹ്ലാദം പങ്കുവെക്കുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു ആത്മാർത്ഥതയുമില്ലാത്ത വെറും അഭിനയമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനുമോൾ പഠിച്ചിട്ടാണ് വന്നത്, പ്രിപ്പയർഡായിട്ടാണ് വന്നത്, അതുമാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ആരുടെയൊക്കെ ജീവിതം താറുമാറാവുന്നു, ആരുടെയൊക്കെ കുടുംബങ്ങൾ തകരുന്നു, അതൊന്നും അനുമോളുടെ വിഷയമല്ല. ബിൻസിയും ശൈത്യയും ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ദിവസങ്ങളൊന്നും ഓർത്തെടുക്കുകയാണെങ്കിൽ അത്രയധികം കണ്ണീർ വാർത്തുകൊണ്ട് സങ്കടത്തോടു കൂടി അവരെ യാത്രയാക്കുന്ന അനുമോളെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെ യാത്രയാകുമ്പോൾ അനുമോൾക്ക് അറിയായിരുന്നു പുറത്തവർ നേരിടാൻ പോകുന്ന PR അറ്റാക്ക്, സൈബർ ബുള്ളിങ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അപ്പോഴും അവരങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. തിരിച്ചു വന്ന് കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ബിൻസി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അനുമോളുടെ മറുപടി ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എനിക്കപ്പോൾ അങ്ങനെ തോന്നി. ഇനി നമുക്ക് അനുമോളുടെ തന്നെ ഭാഷയിൽ ഈ കാര്യത്തിനൊന്ന് നോക്കുകയാണെങ്കിൽ, പെൺകുട്ടികളാണ്, പുറത്ത് ഇനിയൊരു ഭാവിയുള്ളതാണ്, നല്ലൊരു ജീവിതം മുന്നിൽ ഉണ്ടാവേണ്ടതാണ്. ഇതൊക്കെ അനുമോൾക്ക് മാത്രമല്ല അവർക്കും അവകാശപ്പെട്ടതാണ്. അതിനെ പോലും താറുമാറാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം നമ്മൾ ഈ എപ്പിസോഡ് എടുത്തു നോക്കി കഴിഞ്ഞാലും അനുമോൾ പറയുന്നത് അതൊക്കെ എനിക്ക് പറയാമായിരുന്നു, പുറത്തിറങ്ങി അവർക്ക് തല ഉയർത്തി നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എനിക്ക് എത്തിക്കാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ക്യാമറ ഉള്ള സ്ഥലത്തിരുന്നാണ് അനുമോൾ പറയുന്നത്. സോ അനുമോൾ പറയാൻ ഉദ്ദേശിച്ചത് അനുമോൾ പറയാതിരുന്നാൽ പോലും അത് ശൈത്യയുടെ ജീവിതം ഡാമേജ്ഡ് ആക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനുമോൾ പറയുന്നത്. ശൈത്യയും ബിൻസിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇനിയിപ്പോൾ 2ാം തവണ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും അവരെ കാത്തിരിക്കുന്നത് ഹ്യൂജ് ആയിട്ടുള്ള PR അറ്റാക്കാണ്. ആ അറ്റാക്കുകളെക്കുറിച്ച് ശരിക്കും അവരുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ അവരെ ഇത്രയും നാൾ ചേർത്ത് പിടിച്ചതുപോലെ, കരുതൽ കാണിച്ചതുപോലെ ഇനിയും അത് തുടരണം, അവരെ ചേർത്ത് പിടിക്കണം, അവർക്കതിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ. ഇനി ഈ എപ്പിസോഡിൽ ആദ്യം കാണുന്ന കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അത് ആദില നൂറമാരുടെ ഒരു ബേബി സങ്കടം നമ്മൾ കാണുകയാണ്. സാധാരണ അവർ രാത്രികാലങ്ങളിലാണ് ഈ ബേബി സങ്കടങ്ങൾ പങ്കുവെക്കാറുള്ളത്. പക്ഷേ 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ബോർഡിനടുത്ത് നിന്ന് പട്ടാപ്പകൽ അവർ സങ്കടം പങ്കുവെക്കുകയാണ്. ഇനി 6 ദിവസമേ ഉള്ളൂ, നമ്മളിൽ ഒരാൾ എന്തായാലും ഫൈനലിലേക്ക് എത്തണം, നമ്മൾ പോവുമോ ബേബി, നമ്മളെ പറഞ്ഞു വിടുമോ ബേബി, 7 പേരെ 5 പേരാക്കാൻ വേണ്ടി നമ്മളെ പറഞ്ഞു വിടുമായിരിക്കും, ഇത്രയും ദിവസം നിന്ന് തന്നെ ഭാഗ്യം. ഇവരുടെ ഈ കോൺവെർസേഷൻ്റെ പ്രത്യേകത എന്താ അറിയോ, അതായത് ഇവർക്ക് മുന്നോട്ട് പോകണം, ഇത്രയും ദിവസം നമ്മളെ കൂടെ നിർത്തിയാണ്, അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം, പക്ഷേ പുറത്താക്കുമെന്നാണ് തോന്നുന്നത്. ഇത്രയും ദിവസം നിന്ന് തന്നെ ഭാഗ്യം. അപ്പോൾ ശരിക്കും ഇത്രയും നിന്നത് ഭാഗ്യം, ഇനിയിപ്പോൾ പുറത്തായാലും കുഴപ്പമില്ല എന്നാണോ, അതോ എന്തായാലും മുന്നോട്ട് പോകണമെന്നാണോ, എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രേക്ഷകർക്കൊരു ക്ലൂ അവർ കൊടുക്കുകയാണ്. അതിനുശേഷം
കുടജാദ്രിയിൽ കുടചൂടുമ കൊടമഞ്ഞ് പോലെയൊരു പ്രണയം എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കവർ വേർഷൻ നമ്മൾ കാണുകയാണ്. അതിൽ ഗായകരായി നമ്മൾ കാണുന്നത് നെവിനെയും അക്ബറിനെയുമാണ്. അവർ ഫീമെയിൽ സൗണ്ടിൽ തന്നെ ആ പാട്ടുകൾ പാടുന്നുണ്ട്. ആ പാട്ട് പാടുന്നതിൻ്റെ കാരണം എന്താണ്? തൊട്ടടുത്ത് അനുമോളും അനീഷേട്ടനും നിൽപ്പുണ്ട്. അവരുടെ പ്രണയമാണല്ലോ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത്. അനീഷേട്ടൻ ഓൾറെഡി അനുമോൾ നോ പറഞ്ഞപ്പോഴേ അത് വിട്ടു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ആ സമയത്ത് അനീഷേട്ടൻ നെവിനോട് പറയാണ്, നെവിൻ നിർത്തൂ, ഒരു ഇഷ്ടം വന്നു, അത് തുറന്നു പറഞ്ഞു. ആരോടാണോ തോന്നിയത് ആ ആളോട് തന്നെ തുറന്നു പറഞ്ഞു. വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് അത് പറഞ്ഞത്. പക്ഷേ എതിർഭാഗത്തിന് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളത് അംഗീകരിക്കണം എന്നാണ് അനീഷേട്ടൻ നെവിനോട് പറയുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അനീഷേട്ടൻ പറയുന്നത്. അത് അത്രയുള്ള അനീഷേട്ടാ എന്ന് അക്ബർ പറയുമ്പോൾ അത് ആ ഒരു കാര്യം അവിടെ തീർന്നു എന്ന് അനീഷേട്ടൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് നെവിൻ ചാടി വീഴുന്നത്. നിങ്ങൾക്കത് തീർന്നുണ്ടാവും, എനിക്കത് തീർന്നിട്ടില്ല. അനീഷേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് കണ്ടത് എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞു. ഈ ഡയലോഗ് അല്ലേ അനീഷേട്ടനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിച്ച അനുമോളും പറഞ്ഞുകൊണ്ട് നടന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നത് എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത്. എന്തായാലും അനീഷേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒരുത്തികൾ ഇവിടെ കഴിയണ്ട, അനീഷേട്ടൻ ആർമിക്ക് ജയ് എന്നൊക്കെ പറഞ്ഞ് ജയ് വിളിക്കുന്ന നെവിനെയാണ് നമ്മൾ കാണുന്നത്. ഇവന് പുറത്തുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഈ അനീഷേട്ടൻ ആർമി എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അനീഷേട്ടൻ പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് എന്നാണ്. പിന്നീടാണ് നമ്മൾ അനീഷേട്ടൻ്റെ ബ്രില്യൻസ് കാണുന്നത്. ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ബ്രില്യൻസ് ആണ്. ഈ വീക്കിൽ പുറത്തായിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു വരിക, പഴയ കണ്ടസ്റ്റൻസ് തിരിച്ചു വരിക എന്ന് പറയുന്നൊരു കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് അനീഷേട്ടൻ അറിയാം. അങ്ങനെ അവർ തിരിച്ചു വരുന്ന സമയത്ത് ബിഗ് ബോസ് അവർ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തിടാനും അതിൻ്റെ പേരിൽ കളിയാക്കലുകളോ കണ്ടന്റ് നിർമ്മാണമോ ഒക്കെ നടക്കാനുള്ള സാധ്യതയും പുള്ളി മുന്നിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അനീഷിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം. അയാളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് അനീഷേട്ടൻ ബ്രില്യൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ബ്രില്യൻസിൻ്റെ ബാക്കി പത്രം മുൻഷി രഞ്ജിത്ത് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതിന് ശേഷമുള്ള രഞ്ജിത്തുമായുള്ള അനീഷേട്ടൻ്റെ കോൺവെർസേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അനീഷിനെ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ഈ വിവാഹ വിഷയം, പ്രണയ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കാനുള്ള ശ്രമങ്ങൾ മുൻഷി രഞ്ജിത്ത് നടത്തുമ്പോൾ അത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ്, ഞങ്ങളത് പറഞ്ഞ് സെറ്റിൽ ചെയ്തു, പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് മൂന്നാമതൊരാൾ ഇതിൽ ഇടപെടുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം ചോദിച്ച് അയാളെ സൈലൻ്റ് ആക്കാൻ അനീഷേട്ടന് പറ്റുന്നത് അനീഷേട്ടൻ ഈ വിഷയം ഇന്ന് രാവിലെ സെറ്റിൽ ചെയ്തുകൊണ്ടാണ്. അനുമോളോട് ഈ കാര്യം അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നീടൊരു ബ്ലെയിമിങ് പാർട്ട് വരാതിരിക്കാൻ പാകത്തിനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. അനുമോളോടൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു അനുമോൾക്കും എന്നോട് ഇഷ്ടമുണ്ടെന്ന്, പക്ഷേ അതങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതവിടെ വെച്ച് തീർന്നു. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ അവിടെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറരുത് എന്ന് അനീഷേട്ടൻ അനുമോളോട് പറയുമ്പോൾ നമ്മുടെ നെവിനും ആദിലയും കൂടി അവിടെ വന്നൊരു കറങ്ങലുണ്ട്. ഭയങ്കര രസമായിട്ടാണ് അവർ ഈ ഒളിഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരവൊക്കെയാണ്. തുണി ഉണങ്ങിയോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ നടത്തങ്ങൾ വളരെ രസമായിരുന്നു. ശരിക്കും ഇവർ രണ്ടുപേരും കൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ പിടിച്ചിരുന്നെങ്കിൽ നേരത്തെ അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് ഓടി നടക്കുന്ന ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ റീലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവരൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചൊക്കെ പോയിരുന്നെങ്കിൽ അത് ഭയങ്കര രസമായിരുന്നതിനെന്ന് തോന്നിപ്പോയി. ഈ ആക്റ്റും കൂടി കണ്ട സമയത്ത് എൻ്റെ ഒരു നേച്ചർ ഇങ്ങനെയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. അതായത് അനീഷേട്ടൻ ഇവിടെ ക്ലിയർ ചെയ്ത കാര്യങ്ങൾ: നമ്പർ 1, അനുമോളുടെ പ്രവർത്തികളും ചേഷ്ടകളും കണ്ടപ്പോൾ എന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. 2, അതിൻ്റെ പേരിൽ മാത്രം ഞാൻ അനുമോളോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. 3, അനുവിൻ്റെ മറുപടിയിൽ നിന്ന് അനുവിന് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. 4, ഞാനത് അവിടെ വിട്ടു, ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. 5, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുമോൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് പറയുന്നു. 6, എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിങ്ങനെ അനുമോളോട് വന്ന് സംസാരിക്കാൻ പറ്റുന്നത്. 7, ഇനിയുള്ള നമ്മുടെ കോൺവെർസേഷനുകളിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. 8, ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, നമ്മൾ തമ്മിൽ ഇനി അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവേണ്ട, ആ എൻറ്റയർ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു എന്ന് ഏറ്റവും അധികം പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഒരു ഗംഭീര ക്ലോഷർ കൊടുക്കലാണ് അനീഷേട്ടൻ അവിടെ ചെയ്തിട്ടുള്ളത്. അനീഷേട്ടൻ്റെ പ്രപ്പോസൽ സീൻ കണ്ടിട്ടേ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളോ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി പ്രപ്പോസ് ചെയ്യും, ഇയാൾക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനെ ഏറ്റവും മനോഹരമായി പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ഏറ്റവും ഗംഭീരമായിട്ട് അനീഷേട്ടൻ നമുക്ക് കാണിച്ചു തരികയാണ്. ആ പണി പുള്ളിക്ക് നല്ലോണം അറിയാം. ഇത് മുഴുവൻ അനുമോളുടെ ഗെയിമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അതായത് ഈ ചേഷ്ടകളൊക്കെ കാണിച്ച് പുറകെ നടത്തിച്ച് പ്രപ്പോസ്
ചെയ്യിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന ഈ എൻ്റയർ പ്രോസസ്സ് പ്രപ്പോസ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ എക്സ്പ്രഷൻസ് പോലും ഗെയിമാണെന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം. അനീഷേട്ടൻ ക്ലോസ് ചെയ്തു, ഏറ്റവും റെസ്പെക്ട്ഫുള്ളി സമാധാനത്തോടുകൂടി ആ മനുഷ്യൻ ക്ലോസ് ചെയ്തു. ഇനി സംസാരം വേണ്ട എന്ന് പറയുമ്പോൾ അനുമോളുടെ അടുത്ത ചോദ്യം ഇതാണ്, തിരിച്ചും ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താ എന്ന് പറയുന്നൊരു ചോദ്യമായിട്ട് ആ കോൺവെർസേഷനിലേക്ക് വീണ്ടും വരികയാണ്. അനുമോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അനീഷേട്ടനോടൊരു നോ പറയാതെ പറഞ്ഞല്ലോ. അപ്പോൾ അനീഷേട്ടൻ മറ്റേ അഴലിൻ്റെ ആഴങ്ങളിൽ പാട്ടൊക്കെ പാടി സെൻറ്റി അടിച്ച് നടക്കും, അതിൻ്റെ പേരിൽ കുറച്ച് ക്യാമറ സ്പേസ് കിട്ടും, അതൊരു കണ്ടൻറ്റാക്കി കുറച്ച് നാൾ ഓടിക്കാം എന്നൊക്കെയാണ്. പക്ഷേ അനീഷ് ഇവിടെ അനുമോളെ വിറ്റ കാശ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഗെയിമറാണ്. അയാൾ കൃത്യമായി ഈ കാര്യത്തിന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു മുതലെടുപ്പ് ഒരു തരത്തിലും ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും ഗംഭീരമായിട്ട് ക്ലോസ് ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് അനുമോളുടെ ഈ ഗെയിം അത് എത്രത്തോളം മോശമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം പരസ്പര ബഹുമാനം ഇല്ലാതെയാണ് അവർ അനീഷിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഉദാഹരണം നമ്മൾ കാണുന്നത്. അനീഷേട്ടൻ എണീറ്റ് പോയ ശേഷം അങ്ങോട്ടേക്ക് ആദില വന്നിരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് നൂറയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അവിടെ വന്നിരുന്ന ആദിലയും നൂറയും ഇതിനു മുമ്പ് പലതവണ, പ്രത്യേകിച്ച് നമ്മൾ തലേ ദിവസമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, അനു നീ അത് വിടൂ, അത് കഴിഞ്ഞു, ഇറ്റ്സ് ഓക്കെ, അതിൻ്റെ പുറകെ ഇനി പോവരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ വീണ്ടും അനുമോള് പോകുന്നത് അങ്ങോട്ട് തന്നെയാണ്. അതിൽ ആദിലോട് പറയുന്ന സെൻറ്റൻസ് എങ്ങനെയാണ്, പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ആശ്വാസമായി, പക്ഷേ ഒപ്പം ഒരു ടെൻഷൻ കൂടി ഉണ്ട്. കാരണം പുള്ളി വന്ന് ഇരുന്നപ്പോൾ എന്താണ് എന്ന് ഞാൻ ആലോചിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ബ്രദർ എന്നുള്ള വാക്കെടുത്ത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ബ്രദർ എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചു, അതായത് തന്നോട് ഇഷ്ടം പറഞ്ഞു വരുമ്പോൾ ബ്രദർ എന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിക്കലായിട്ടാണ് അനുമോൾ അവിടെ കാണുന്നത്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആ വേർഡിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ വർത്താനം പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷെ അതിനുശേഷമാണ് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ അനീഷിനെ കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ പറയുന്നത്. എനിക്ക് പക്ഷേ പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് വീണ്ടും എന്തൊക്കെയോ പ്രതീക്ഷയുള്ളതുപോലെ തോന്നി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അനുമോൾക്കാണ്. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടണമെന്നും അതിൻ്റെ പേരിൽ ചർച്ചയാകപ്പെടണമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരാൾ അനുമോൾ മാത്രമാണ്. എനിക്ക് കുറച്ചൊക്കെ ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അനുമോളുടെ അടുത്ത സെൻറ്റൻസ്. അത് കൊള്ളാലോ, അത് നല്ല പരിപാടിയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആണുങ്ങളുടെ മനസ്സ് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന അനുമോൾക്ക് എന്തുകൊണ്ടാണ് അനീഷിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് കാണിച്ചാൽ അയാൾക്ക് തന്നോടൊരു ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? ചിലപ്പോൾ സെലക്റ്റീവായിട്ടുള്ള മനസ്സിലാക്കലായിരിക്കും അനുമോൾക്ക് ശീലം ഉണ്ടാവുക. കഴിഞ്ഞിട്ടില്ല, അനുമോൾ തുടരുകയാണ്. സുഹൃത്തുക്കളെ, ഒരാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ ആ ഇഷ്ടം ഭയങ്കര ജെനുവിനായിരിക്കും. ആ ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ എന്തുമാത്രം ടോക്സിസിറ്റി ഉണ്ടെന്നറിയോ ഇതുപോലുള്ള മനുഷ്യന്മാർ എന്ന് അനുമോൾ അനീഷിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അനുമോൾക്ക് കൃത്യമായ ധാരണയുണ്ട്. അനീഷിനെ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ പ്രണയത്തെക്കുറിച്ച് ഷാനവാസിനോട് പോലും പറഞ്ഞിട്ടില്ലാത്തത് അനുമോളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അയാളെ ഒന്ന് എൻഗേജ്ഡ് ആക്കണം. അയാൾ ഈ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതെന്ന് അയാളൊന്ന് എൻഗേജ്ഡ് ആക്കണം എന്നാണെങ്കിൽ ആദിലെ നൂറേം ചെയ്യുന്ന പോലെ ചെയ്തൂടെ, അല്ലെങ്കിൽ ഷാനവാസ് ചെയ്തതുപോലെ ചെയ്തൂടെ? നേരെ മറിച്ച് അയാളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനൊരു മോശം അവസ്ഥയിലേക്ക്, ഇതുപോലുള്ള മനുഷ്യരെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ആക്ടല്ലേ അനുമോൾ ഇവിടെ ചെയ്ത്. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യരുടെ അടുത്ത് നമ്മളൊരു നോ പറഞ്ഞാലും ആ ഇഷ്ടം പെട്ടെന്നൊന്നും പോവില്ല, ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇഷ്ടം പോവില്ല. ഞാൻ എവിക്റ്റായി പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് സമയമെടുക്കും, അപ്പോഴും കുറേ സമയം എടുത്തിട്ടേ ആ ഇഷ്ടം പോവുള്ളൂ എന്നാണ്. ഇവിടെ അനുമോൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ അറിയോ? അനീഷേട്ടൻ അത് അപ്പോഴേ വിട്ടു. അങ്ങേര് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും അനീഷിന് എന്നെ ഇഷ്ടമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഡയലോഗ് ഇറക്കി ആ ഇഷ്ടത്തിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ മാത്രമാണ്. അനുമോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. മിനിമം ഒരു അഴലിൻ്റെ ആഴങ്ങളിലെങ്കിലും പാടിക്കൊണ്ട് നടക്കുന്ന അനീഷേട്ടൻ, അതിൻ്റെ പേരിലുള്ള കുറേ സെൻറ്റിമെൻറ്റ്സ് സീനുകൾ, പുറത്ത് PR ടീമിന് കട്ട് ചെയ്ത് സ്ലോ മോഷനിൽ ഇടാൻ പറ്റുന്ന ക്ലിപ്പുകൾ. പക്ഷേ അനീഷേട്ടൻ അതിനൊന്നും നിൽക്കുന്നില്ല. അയാൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും ഈ ബിഗ് ബോസ് ഹൗസിൽ മിച്ചം നിൽക്കുന്ന 7 പേരും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ എവിക്റ്റായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ അപ്പാനി ശരത്തും കലാഭവൻ സരികയും ഷാരികയും ശൈത്യയും ഒക്കെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരികയാണ്. ആ കയറി വരുന്ന സമയത്ത് മുഴുവൻ അനുമോളുടെ ഓട്ടം കാണുന്ന സമയത്ത് ഇവരൊക്കെ പുറത്ത് ഇത്രയധികം അറ്റാക്ക് ചെയ്യപ്പെടാൻ പാകത്തിന് അകത്ത് നിന്ന് ഡയലോഗ് അടിച്ചിട്ടുള്ള, എവിക്റ്റായി പോയതിന് ശേഷവും അവരെ ആക്രമിക്കാനുള്ള എലമെൻറ്റുകൾ ഇതിനകത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള അനുമോൾ ആവേശോജ്വലമായി ചെന്ന് ഓടുകയാണ്. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ തിരിച്ച് കയറി വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ആദില നൂറമാരോടും നെവിനോടും ഒക്കെയാണ് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അനുമോളെ നമ്മൾ നോക്കുമ്പോൾ ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ അത് നമ്മൾ കല്യാണരാമനിലും കാണുന്നുണ്ട്. 2-3 ആൾക്കാർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ദിലീപിൻ്റെ ക്യാരക്ടർ അവരെ
ആരും കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ കെട്ടിപ്പിടിക്കുന്ന എല്ലാവരെയും കൂടി കെട്ടിപ്പിടിച്ച് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രെയിമിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ ഇടയിലേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കുന്ന രീതിയിലാണ് അനുമോളെ നമ്മൾ കാണുന്നത്. ആ വന്ന ആൾക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പോസിറ്റീവ് വൈബുള്ള ആളെന്ന് പറയുന്നത് കലാഭവൻ സരികയാണ്. അവരവരുടെ അനുഭവങ്ങൾ, പുറത്തിറങ്ങിയതിന് ശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അവരേറ്റിട്ടുള്ള കളിയാക്കലുകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എന്ത് രസമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ മരവാഴ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത്, അതുപോലെ മുടിയാട്ടി എന്ന് പറയുന്ന ഒരു വിളി, ഇങ്ങനെ കോട്ടുമായിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അങ്ങോട്ട് പോയെന്നുള്ള ചോദ്യങ്ങളെ, ഈ ചോദ്യങ്ങളൊക്കെ അവർ ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ ആളുകളോടും അവർ സ്നേഹപ്രകടനം നടത്തുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പോസിറ്റീവ് വൈബുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറയുന്ന PR ഏജൻസികളടക്കമുള്ള ആളുകളുടെ ഒരു അറ്റാക്ക്, പേഴ്സണൽ ലെവലിലുള്ള സൈബർ ബുള്ളിങ് ലെവലിലുള്ള ഒരു അറ്റാക്ക് കലാഭവൻ സരികയെ സംബന്ധിച്ച് വളരെ കുറച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒട്ടും തന്നെ ഏറ്റിട്ടുണ്ടാവില്ല. അവർക്ക് പറയാനുള്ളത് അവരുടെ ഫാമിലിയോടൊപ്പം ഉണ്ടായിരുന്ന കുറേ രസമുള്ള നിമിഷങ്ങളും ഇവിടെ കടന്നു പോയിട്ടുള്ള മനോഹരമായ നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ഫുൾ ഓൺ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ കലാഭവൻ സരികയെ കാണുന്നത്. അതിനുശേഷം അപ്പാനി ശരത്ത് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് അധികമൊന്നും ഗോളടിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഗോളടിയുടെ ഒരു പെരുന്നാൾ ഉത്സവം അപ്പാനി ശരത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത്, അപ്പാനി ശരത്ത്, അനുമോള്, അനീഷ്, ആദില, നൂറ തുടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് വട്ടം കൂടിയിരിക്കുകയാണ്. അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് അനുമോള് അനീഷിനെ പറയുന്നത്, ഇദ്ദേഹം ചോദിച്ചു എൻ്റെ അടുത്ത് എന്നാണ്. ആരാണ് ഇദ്ദേഹമോ എന്ന് പറഞ്ഞിട്ട് ആദിലാണ് അത് കയറി പിടിക്കുന്നത്. അനീഷേട്ടൻ എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നത്, ചിത്രം സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ അടുത്ത് രഞ്ജിനി എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആദ്യം വേണേ വന്നെടുത്ത് കഴിക്കുക എന്ന് പറയുന്നു, പിന്നീട് അത് എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കൂ എന്ന് പറയുന്നു, പതുക്കെ അത് ദാ വന്ന് കഴിക്കൂ എന്ന് പറയുന്ന രീതിയിൽ മാറുന്നു എന്ന് പറയുന്ന കാര്യം ഇത് അപ്പാനി ശരത്ത് അവതരിപ്പിക്കുകയാണ്. ഈ അവതരിപ്പിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് മറ്റേ ബെഡിലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ആളാണ് അനുമോള്. ഷട്ടർ ഇട്ടതുപോലെ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഓരോ ഡയലോഗും അപ്പാനി ശരത്ത് പറഞ്ഞു വരുമ്പോൾ അനുമോളുടെ മുഖം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വെച്ച് കാണണം. അങ്ങനെ അളിഞ്ഞ് തുടങ്ങുന്ന അനുമോളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അനീഷേട്ടൻ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെ ഹാപ്പിയാണ്. നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ, അറിയുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അനുമോള് ഒത്തിരി നേരം ആ ചളിപ്പ് പിടിച്ചില്ല, ചളിപ്പിൽ നിന്ന് പതിയെ ചമ്മലിലേക്ക് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അകത്തുണ്ടായിരുന്ന സമയത്ത് പല PR ഏജൻസികളും വളരെ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, മറ്റേ ഗുരുതി കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെയും അപ്പാനി ശരത്തിനെയും ഒക്കെ ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് മോശം കാര്യങ്ങളുണ്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് മോശമായി പറഞ്ഞത്. പക്ഷെ തിരിച്ചു കയറി അതിനകത്ത് ചെല്ലുമ്പോൾ അപ്പാനി ശരത്ത് അക്ബറിനോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. ആ സമയത്ത് അക്ബറിൻ്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു റിയൽ ബോണ്ടാണ്. ഈ ബോണ്ടിനെ കുറിച്ചും ബോണ്ടയെക്കുറിച്ചും ഒക്കെ പിന്നീട് ഒരു ചർച്ച ആദില, നൂറ, ശൈത്യ, അനുമോളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ശൈത്യ തിരിച്ചു വന്നു കയറിയതിന് ശേഷം എന്നെ ദ്രോഹിച്ചവളാണ് നീ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ശൈത്യയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത്. അല്ലാതെ നിന്നെ ഞാൻ മിസ് ചെയ്തു, നിൻ്റെ സൗഹൃദം എനിക്ക് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടെ നമുക്ക് അപ്പാനി ശരത്തിൻ്റെയും അക്ബറിൻ്റെ ഒക്കെ ഇടയിൽ കാണാൻ പറ്റുന്ന ഒരു സൗഹൃദമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ കണ്ണുനീരുണ്ട്. ദാറ്റ്സ് പ്രഷ്യസ്. അക്ബറിനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. പുള്ളി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അക്ബറിനെ സംരക്ഷിച്ചിട്ട് പുള്ളി പോയി സമാധി ആയേനെ, എന്നിട്ട് മുഴുവൻ വാങ്ങിച്ചു കൂട്ടിയേനെ. അപ്പാനി ശരത്ത് ഒരു പാവമാണ് ഗൈസ്. പുള്ളിക്ക് അങ്ങനെ പോയി ഫൈറ്റ് ചെയ്ത് ജയിക്കാനൊന്നും അറിയില്ല, പോയി കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടുമായിരിക്കും. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കാൻ അപ്പാനി ശരത്ത് തയ്യാറാവില്ല. ആ കാര്യത്തിൽ പുള്ളിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. നമ്മൾ എത്രയൊക്കെ പുള്ളിക്ക് കളിക്കാൻ അറിയില്ല, ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബുദ്ധി കുറവുണ്ടെന്ന് പറഞ്ഞാലും പുള്ളി പാവമാണ്. ശാരിക ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, ബിഗ് ബോസിനെ എന്നെ മിസ് ചെയ്തില്ലേ എന്നുള്ളത്. ബിഗ് ബോസ് ഈ ഒരു സീസണിൽ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യം, നീയൊക്കെ ഒന്ന് പോയിട്ട് വേണം എനിക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ എന്നുള്ളതായിരിക്കും. നിന്നെയൊക്കെ ഒരു തരത്തിലാണ് ഇവിടുന്ന് പറഞ്ഞു വിട്ടത്, ഇതിൻ്റെ കൂടെ ഇനി മിസ് ചെയ്യണോ എന്നുള്ള ചോദ്യമൊക്കെ ബിഗ് ബോസ് മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ ആൾക്കാരും വരുന്ന സമയങ്ങളിൽ അനുമോളുടെ ഒരു വെപ്രാളം കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അനുമോൾ PR പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാക്ടിക്കലാക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PR ഏജൻസികൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജ് പുറത്ത് കൊടുക്കുള്ളൂ. പക്ഷേ അതല്ലാത്തൊരു ഓഡിയൻസ് ഉണ്ട്, ജെനുവിനായി ഇതിനെ നോക്കി കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ വൈബ് മനസ്സിലാവണമെങ്കിൽ ഈ എവിക്റ്റായി പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ സ്റ്റൈലിൽ നിന്ന് മാത്രമായിരിക്കും. അത് പെട്ടെന്ന് അറിഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് അനുമോളുടെ വെപ്രാളത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പണി ഏൽപ്പിച്ചിട്ടുള്ള PR ഇവരെയൊക്കെ എത്രത്തോളം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയാനുള്ള ഒരു ത്വരയും അതിൻ്റെ കൂടെ ഉണ്ടാവാം. എന്നെ മിസ് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് നെവിന് ശാരിക കൊടുക്കുന്ന ഒരു മറുപടി, നിന്നെ ഇങ്ങനെ മിസ് ചെയ്യാനാടാ, നീ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമല്ലേ എന്നുള്ളതാണ്. അതിനുശേഷമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക്
എനിക്ക് ഔട്ടാവുന്ന സമയത്ത് കിട്ടിയതൊന്നും പോരാ, കുറച്ചും കൂടി വേണം, ഞാനിത് മേടിച്ചിട്ടേ ഇറങ്ങൂ എന്ന വാശിയോടുകൂടി വരുന്ന മുൻഷി രഞ്ജിത്തിനെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് പുള്ളി നേരത്തെ എവിക്റ്റായി പോയതെന്നുള്ള ഉത്തരവും പുള്ളി ഈ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. വന്ന് കയറി പുള്ളി നേരെ അനീഷിൻ്റെ മെക്കിട്ടാണ് കയറുന്നത്. പുള്ളി നോക്കുമ്പോൾ പുറത്ത് അനുമോൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ PR ഉള്ളത്. അപ്പോൾ അകത്ത് കയറി ചെന്ന് അനുമോൾക്ക് വേണ്ടി അനീഷിനെതിരെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഗ്ലാബ്സ് ആയിരിക്കും എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തുടങ്ങിയതായിരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അനീഷ് ഏട്ടൻ ബ്രില്യൻസ്, അനീഷ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഒരാൾക്കും അനീഷിൻ്റെ അടുത്ത് അത് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ് കൊത്തി മുറത്തി കയറി കൊത്തിക്കഴിഞ്ഞാൽ കൊക്കൊടിച്ച് കളയാൻ പറ്റുമോ എന്നുള്ള കാര്യം അനീഷ് ഏട്ടന് നല്ലോണം അറിയാം. രഞ്ജിത്ത് അനീഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചു പിടിക്കുന്ന സമയത്ത് പുറത്തിനി എനിക്കാണോ അനീഷിനാണോ അനുമോൾക്കാണോ നെവിനാണോ ആർക്കാണ് ഇപ്പോൾ കൂടുതലും സപ്പോർട്ട് ഉണ്ടാവുക എന്നാലോചിച്ച് ആരുടെയെങ്കിലും വായിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ പെറുക്കിയെടുക്കാൻ നിൽക്കുന്ന ഷാനവാസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ആൾക്കാരും പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഷാനവാസ്ക്ക് അത്ര എക്സൈറ്റഡ് അല്ല. അനുമോൾ കാണിക്കുന്ന ആക്രാന്തം ഷാനവാസ്ക്ക് അവിടെ കാണിക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുള്ളൂ, അല്ല ഞാനിങ്ങനെ വെപ്രാളം കാണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ വന്ന ആൾക്കാരിൽ നിന്നും കൂടി അദ്ദേഹം തിരിച്ചറിയുന്നൊരു കാര്യം, പുറത്ത് അത്ര ഗംഭീരമായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് പോലത്തെ മറ്റേ ഷാനവാസ്ക്ക എന്ന് പറയുന്ന ആ ഹീറോ ഫിഗറിനെ കൊണ്ടാടുന്ന ഒരു ആഘോഷം ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചെറിയ നിരാശയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ പ്രകടവുമാണ്. അത് പിന്നെയും പോട്ടെ, പക്ഷേ നെവിന് ഇത്രയും സപ്പോർട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ അത് ഷാനവാസ്കയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചിട്ടുണ്ടാവുക. ഷാനവാസ്കയുടെ ഉള്ളിലാണ് ഈ പറയുന്ന സാധനങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിലും ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണിത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നല്ലോ. എന്തായാലും അനീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പിടിക്കുന്ന രഞ്ജിത്തേട്ടൻ്റെ ഡയലോഗുകൾ, ആ മൊഴിമുത്തുകൾ, അതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. BigBossMary.com എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഞ്ച് ഡയലോഗുകൾ ആരംഭിക്കുന്നത്. നന്നായിട്ടുണ്ട്. അനുമോൾ ആകാശത്തു നിന്ന് താഴെ ഇറങ്ങി വാ എന്ന ആദ്യത്തെ ആഴ്ചയൊക്കെ പറയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനത്തെ ആഴ്ച താലി കെട്ടി കൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചില്ല എന്നൊരു ഡയലോഗാണ്. കൃഷിക്കാരനല്ലേ വിത്തിടാം എന്ന് വിചാരിച്ച് കാണും എന്നാണ് മുൻഷി രഞ്ജിത്തേട്ടൻ്റെ പഞ്ച് ഡയലോഗ്. മുൻഷിയല്ലേ വിറ്റിടാം എന്നായിരിക്കും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് ഏശിയില്ല. നിങ്ങളുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ ആൾ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്ന വിവാഹ ബന്ധത്തിലൂടെ തന്നെ ഒരു ബന്ധം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കാട് കയറി പോവുകയാണ്. എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെങ്കിലും എന്ന് രഞ്ജിത്ത് പറഞ്ഞു തുടങ്ങുമ്പോൾ അനീഷേട്ടൻ പറയുന്നത് ഒരു സ്ട്രാറ്റജിയും അല്ല. അത്രയ്ക്ക് നിയന്ത്രണം വിട്ടുപോയോ? ഒരു 3 ദിവസം കഴിഞ്ഞ് പുറത്തു പോകായിരുന്നില്ലേ എന്ന് പറയുന്നൊരു ചോദ്യമാണ് രഞ്ജിത്തേട്ടൻ ഇടുന്നത്. അതായത് നിനക്ക് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു, എന്തിനാ എത്ര ആക്രാന്തം കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാസമാവുമല്ലോ എന്ന് വിചാരിച്ച് കാണും. അപ്പോൾ അനീഷേട്ടൻ വജ്രായുധം പുറത്തെടുത്തിടുന്നുണ്ട്. കുറേ നാളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടുത്തുകാരാവുമെന്നാണ്. നിങ്ങൾക്ക് കുറേ നാൾ ഇവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ, നിങ്ങൾ വേഗം ഔട്ടായി പോയില്ലേ. നമ്മൾ കുറേ നാൾ ഇവിടെ തന്നെ താമസിച്ചപ്പോൾ നമ്മൾ ഇവിടുത്തുകാരായി മാറി. അങ്ങനെ ഏതാണ്ട് 4:45 ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സമയം കറക്റ്റ് ആണെങ്കിൽ 4:45 അകത്ത് കയറിയ രഞ്ജിത്തേട്ടൻ 4:55 ആയപ്പോഴും അനീഷേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെയും അനുമോളുടെയും കാര്യത്തിലേക്ക് രഞ്ജിത്തേട്ടൻ അതിശക്തമായി കിടക്കുന്ന സമയത്ത് അനീഷേട്ടൻ പറയുന്നത് ഞാനും അനുമോളും തമ്മിലുള്ള ബന്ധം, ആ ചാപ്റ്റർ അത് ക്ലോസായി. പിന്നെ എന്തിനാണ് വേറൊരു മൂന്നാമതൊരാൾ വന്നിട്ട് ഇത് കുത്തിപ്പൊക്കേണ്ട? അതിൻ്റെ ആവശ്യം എന്താ? ഈ സബ്ജക്റ്റ് സംസാരിക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യവുമില്ല. അങ്ങനെ അനീഷേട്ടൻ ക്ലോസ് ചെയ്തു ഗൈസ്. അനീഷേട്ടൻ ഈ വർത്താനം രാവിലെ അനുമോളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സംഭവത്തിന് ഇത്രയും പഞ്ച് വരില്ലായിരുന്നു. മിക്കവാറും ഈ വീക്കെൻഡ് എപ്പിസോഡും ഇന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും വന്ന് കയറി അടി വാങ്ങിച്ച രഞ്ജിത്തേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല. കിട്ടിയതൊന്നും പോരാഞ്ഞ് വീണ്ടും രഞ്ജിത്തേട്ടൻ അനീഷേട്ടനെ ഉപദേശിക്കാൻ പോവുകയാണ്. ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയോ അടുപ്പം കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നത് അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പുറത്തിറങ്ങിയാലും ആരെങ്കിലും ചിരിക്കാൻ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരോടും പ്രപ്പോസ് ചെയ്യാൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി മനസ്സിന് കുറച്ചുകൂടി കട്ടിയാക്കണം എന്നൊക്കെ പറയുമ്പോൾ അനീഷേട്ടൻ്റെ ക്ലാസിക് ഡയലോഗ്, ആ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളയുന്നു. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ശരികളുണ്ട്, ഇതാണ് ഞാൻ. ഈ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ പറഞ്ഞ് അവസാനിപ്പിച്ച മൊമെൻറ്റ്, ആ സമയത്ത് ബിഗ് ബോസിൻ്റെ ട്രോഫി എടുത്ത് അനീഷേട്ടന് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തോന്ന് പറയും. അതിന് ക്ലോസിംഗ് ആയിരുന്നു അത്. എന്തായാലും അനീഷിനെ ഇനി മാന്തിയാൽ തിരിച്ച് മാന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി നേരെ അനുമോളിലേക്ക് അദ്ദേഹം തിരികെയാണ്. അനുമോളെ ഒരു ചായ കിട്ടോ, PR ഇടാത്ത ചായ മതി എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇട്ട് നോക്കുന്നുണ്ട്. പുല്ല് വിലയാണ് അനുമോൾ കൊടുത്തത്. ഇതിനിടയിൽ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് എന്തായാലും ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ഞ്ഞു. ഇനി മൊത്തത്തിൽ ചീഞ്ഞ് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബിഗ് ബോസിൻ്റെ സീക്രട്ട് ടാസ്ക്കാണ് എനിക്ക് സാരി ഉടുപ്പിച്ച് തരണമെന്ന് അനുമോളോട് പറഞ്ഞ് സാരി ഉടുത്ത് നടന്നും പുള്ളി കൂടുതൽ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആദിലയോടും നൂറയോടും ബിൻസിയും ഷൈത്തിയും കലാഭവൻ സരികയും ഒക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക. ശൈത്യ പറയുന്നത് എനിക്ക് നിന്നെ കാണണം, കെട്ടിപ്പിടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ എന്നാണ്. അത്രയും സ്നേഹത്തോടു കൂടി ഇവർ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇവരിയ്ക്കുന്ന കൂട്ടത്തിലേക്ക് അനുമോൾ വരുമ്പോൾ, ആദിലയും നൂറയുമായി സംസാരിക്കുമ്പോൾ അനുമോൾ അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ എന്തല്ല എന്ന് പറഞ്ഞ് പേഴ്സണൽ വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു പൊതുകാര്യത്തിലേക്ക് ആ ചർച്ചയെ വഴി മാറ്റി വിടുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം
അവരുടെ ഉള്ളിൽ ഈ പറയുന്ന കുറച്ച് തീയൊക്കെ എരിയുന്നുണ്ടാവുമല്ലോ. ബിൻസിയുടെ മടിയിലിരിക്കുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. ബിൻസി പറയുന്നത് മടിയിലിരിക്കുമ്പോൾ എടുത്ത് താഴെയിടാനാ തോന്നുന്നത് എന്നൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ബിൻസി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതായത് അപ്പാനി ശരത്തിൻ്റെ അടുത്ത് നീ ഒരൊറ്റ ആൾ കാരണമാണ് ആ പാവം കൊച്ച് എവിക്റ്റായി പോയത് എന്ന് പറയുന്ന ഡയലോഗ് അനുമോൾ എടുത്തിട്ടത് ബിൻസിക്ക് വളരെയധികം ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ബിൻസി എന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അതേ കാര്യം അനുമോൾ മടിയിൽ വന്നിരിക്കുമ്പോഴും ബിൻസി ചോദിക്കുക, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് മാത്രമാണ് അനുമോൾ അവിടെ പറയുന്നത്. എന്നാൽ അത് അങ്ങനെ പറഞ്ഞു പോയതാണ്, തിരുത്താം. കാരണം പുറത്തൊക്കെ ഇവർക്ക് ലൈഫുള്ളതല്ലേ എന്ന് അനുമോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തി കൊടുത്തൂടെ? മിണ്ടി തീരുമ്പോൾ ക്യാമറ തിന്നാൻ ക്ഷമിക്കുക, പാഡൻ മൈ ലാംഗ്വേജ്. മിണ്ടി തീരുമ്പോഴേക്കും ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണ് അനുമോൾ. എന്നാൽ ആ അനുമോൾക്ക് അതിലേതെങ്കിലും ഒരു ക്യാമറയെ നോക്കി എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പല വികാരങ്ങളുടെ പുറത്തും ഇവിടെ നിന്ന് പല ആളുകളോടും പലതും പറയേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ നിങ്ങൾ ആക്രമണം നടത്തരുത്, അവരെ ഒന്നും കുറ്റപ്പെടുത്തരുത് എന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. ഇതൊന്നും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ ആൾക്കാർ മുന്നിൽ വന്ന് എന്താണ് കാര്യം എന്ന ചോദ്യം ചോദിക്കുമ്പോഴും കിട്ടിയെങ്കിൽ കണക്കായിപ്പോയി, എനിക്കത് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അനുമോൾ ഉടനീളം കാണിക്കുന്നത്. അനുമോളോടുള്ളതിനേക്കാൾ ഒരുപക്ഷെ ബിൻസിക്ക് അമർഷം കൂടുതലുള്ളത് ഷാനവാസിനോടായിരിക്കണം. കാരണം ഈ വിഷയത്തെ വീണ്ടും ഡ്രാഗ് ചെയ്ത് അപ്പാനി ശരത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി വിഷയം ഡ്രാഗ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഷാനവാസ് തന്നെയാണ്. ഷാനവാസിനോടുള്ള ആ ഒരു അമർഷവും ബിൻസി ആദിലയും നൂറിയിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ തനി മുഖം വലിച്ചു കീറിയതാണ്, നിങ്ങൾ ആരും എന്നെ വിശ്വസിച്ചിട്ടില്ല, എനിക്ക് യോജിക്കാൻ പറ്റാത്ത 2 പേരിൽ ഒരാളാണ് പുള്ളി എന്നുള്ള രീതിയിൽ ആ അമർഷം വളരെ ന്യായമാണ്. കാരണം ബിൻസിയുടെ ആണെങ്കിലും അപ്പാനിശരത്തിൻ്റെ ആണെങ്കിലും ജീവിതം വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങളാണ് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൽ ബിൻസിയോട് അനുവിൻ്റെയും അനീഷേട്ടൻ്റെയും കാര്യം പറയുന്നുണ്ട്. അനുവിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനീഷേട്ടൻ്റെ ആർമി കൊല്ലും എന്ന് പറയുന്ന ഒരു പേടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അനുമോൾക്കറിയാം ഈ PR ഏജൻസികളും ആർമികളും ഒക്കെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ, തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവും, അതിനനുസരിച്ച് നിൽക്കണമെന്ന്. അതേ അനുമോളാണ് ഇവരെയൊക്കെ ഈ പറയുന്ന അറ്റാക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ശൈത്യയാണ് ആക്ച്വലി ശൈത്യയുടെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടാകുന്നത്. അത്രയധികം അവർ പുറത്തിറങ്ങിയതിന് ശേഷം അറ്റാക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അകത്തിരിക്കുന്ന സമയത്ത് അവർ അത്രയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ശൈത്യയാണ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോൺവെർസേഷൻസ് തുടങ്ങി വെക്കുന്നത്. ഈവൻ അവരുടെ പ്രൊഫഷനെ പോലും ഇതിനകത്തേക്ക് വലിച്ചഴച്ച് വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ശൈത്യ അനീഷും നെവിനും ഷാനവാസും കൂടി ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് അനുമോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിതൊരു നിശ്ചയമായിട്ട് നടത്താം എന്നുള്ള രീതിയിലാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശൈത്യയുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ചുമ്മാ അങ്ങനെ ഒരാൾക്ക് വേറൊരാളോട് പ്രേമം തോന്നുമോ? അവിടുന്ന് ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഉണ്ടായാലാണല്ലോ തിരിച്ച് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ അനീഷേട്ടനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു സ്നേഹം വെച്ചിട്ട് ഞാൻ പറയാം, അവൾ വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സങ്ങനെ ആക്കുവാണെങ്കിൽ നമ്മളത് അറിയണ്ടേ? അങ്ങനെ ഒരാളെ തകർക്കാൻ പാടില്ല, ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ പറ്റില്ല എന്ന് ശൈത്യ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിന് പാരലായിട്ട് അനുമോളും അപ്പാനി ശരത്തും രഞ്ജിത്തും അക്ബറും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോൾ അവിടെ ചോദിക്കുന്നത്, ഇവിടെ എത്ര പേര് കല്യാണം കഴിക്കാത്ത വ്യക്തികളുണ്ട്, അവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയണം എന്ന് നിർബന്ധമുണ്ടോ? എനിക്കും തോന്നണ്ടേ ഒരു ഇഷ്ടം. ഞാൻ ആ വ്യക്തിയെ അങ്ങനെ കണ്ടിട്ടില്ല, ബ്രദർ എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതിലാണ് അനുമോൾ വീണ്ടും പിടിക്കുന്നത്. രാവിലെ അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലൂടെ ചേർത്ത് വെക്കണേ, ഞാൻ ബ്രദർ എന്ന് പറയുന്ന ഒരു വാക്ക് അങ്ങോട്ട് എടുത്ത് ഉപയോഗിച്ചു. പിന്നെയും ഷാനവാസും ശൈത്യയും തമ്മിലുള്ള കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ശൈത്യ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് ഷാനവാസും പറയുന്നുണ്ട്, അവൾ അത് എൻജോയ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് ശ്രമിക്കുന്നത് പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് ഓൾറെഡി അക്ബറിനോടും ഷാനവാസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് കോൺവെർസേഷൻ. അതിലെനിക്ക് ആദ്യം തന്നെ അനുമോളോട് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, ക്ഷീണിച്ചു പോയല്ലോ എന്നുള്ള ചോദ്യത്തിന് അനുമോൾ തിരിച്ച് മറുപടി പറയുന്നത് ഡിപ്രഷനാണ് എന്നാണ്. എനിക്ക് ഇമ്മാതിരി സൈക്കോളജിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നവരോടുണ്ടാകുന്ന ദേഷ്യം, അമർഷം എന്നൊക്കെ പറയുന്നത് അതിഭീകരമാണ്. എന്തായാലും അനുമോൾ ഭയങ്കര സങ്കടത്തിലാണ് എന്ന് പറയുന്നൊരു ഇമേജ് പിടിച്ചിരിക്കുകയാണ്. ആ കോൺവെർസേഷനിൽ ശൈത്യക്ക് അറിയേണ്ടത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, കട്ടപ്പ എന്ന് നീ എന്നെ വിളിച്ചു, പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ പേരിൽ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ, വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നതിന് മുമ്പും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ അനുമോൾ പറയുമ്പോഴും ശൈത്യയുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചത്? അതിനുള്ള ഉത്തരം അനുമോൾ പറയുന്നില്ല. പല രീതിയിൽ കലാഭവൻ സരികയും ആദില നൂറമാരും ഒക്കെ ചോദിച്ചിട്ടും അനുമോൾ അതിന് ഉത്തരം പറയാൻ കൂട്ടാക്കുന്നില്ല. മസ്താനിയുടെ പേരടക്കം ഈ കോൺവെർസേഷനിൽ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ചോദ്യ ശരങ്ങൾ ഒരുപാടായി കഴിഞ്ഞത് താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും അനുമോൾ അവിടുന്ന് ഒരൊറ്റ വിടലാണ്. ഇവരെല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിലെ കോർണറിൽ സോഫയിലിരുന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മടിച്ചുകൊണ്ട്, എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷമാണ് ശൈത്യ കുറേ സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയുന്നത്. ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തതെന്നറിയോ? നിൻ്റെ PR തന്നെയാണ് എൻ്റെയും PR.
എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ PR ഏജൻസി കാണിച്ചത് എന്തുമാത്രം വലിയ ചതിയാണെന്നുള്ളതാണ്. ഒരേ മത്സരത്തിൽ പങ്കെടുക്കുന്ന 2 പേരെയും പ്രൊമോട്ട് ചെയ്ത് വിടാം എന്ന് ഈ PR ഏജൻസികൾ പറയുമ്പോൾ എന്ത് എത്തിക്സാണ് അവിടെ ഉള്ളത്? അപ്പോൾ പണം കൂടുതൽ വാങ്ങുന്ന ആളെ ഞാൻ സപ്പോർട്ട് ചെയ്യും, മറ്റേ ആളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഞാൻ അയാളെ പറ്റിക്കും എന്നാണോ? അത് തന്നെയാണ് ശൈത്യ ഇവിടെ പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവൻ എത്ര പൈസ വാങ്ങിച്ചു എന്നറിയോ? എന്നിട്ട് അവനാണ് ഞാനും കൂടി ഇരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എടുത്ത് കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതെന്ന്. നമുക്ക് പറയാനുള്ളത് ശൈത്യയോടും ശൈത്യയുടെ ഫാമിലിയോടും ഇമാതിരി പരിപാടി കാണിക്കുന്നവർക്കൊക്കെ എതിരെ നിയമപരമായി പോരാടണം. ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല. ഞാൻ സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓരോരുത്തർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെക്കുറിച്ച് എന്ത് കാര്യവും മോശമായിട്ട് പറയായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ശൈത്യ അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ സരിക അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്, പുറത്ത് ഇത്രയും അറ്റാക്ക് ഇവർ നേരിടുന്നുണ്ട്, നീ അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞു, അത് അത്ര വലിയ പറയേണ്ട പ്രശ്നമല്ല എന്ന് അനുമോള് പറയുന്നു. എന്നാൽ അതേ അനുമോള് തന്നെ അത് ഞാൻ പറയില്ല എന്നും പറയുന്നു. അതങ്ങോട്ട് പറഞ്ഞ പ്രശ്നം തീരില്ലേ? പക്ഷേ അനുമോളുടെ ബേസിക് കാര്യം ഇത്രയേ ഉള്ളൂ, അങ്ങനൊരു പ്രശ്നമില്ല. അനുമോളെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ ക്ലൂ ഒക്കെ കൊടുത്ത് പുറത്ത് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ സ്ട്രാറ്റജിയാണ്. അതിൻ്റെ ഭാഗമായി ശൈത്യക്കെതിരെ കട്ടപ്പ എന്ന് പറയുന്നൊരു വാക്ക് കിട്ടി, അവരത് പിടിച്ച് കയറി. നീ ഒരുത്തി കാരണം എനിക്ക് എന്തോരം പ്രശ്നമാണെന്നറിയോ? ഇത് നിൻ്റെ അടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വീണ്ടും നീ ആൾക്കാരിലേക്ക് എന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്. ഞാൻ പോയ ഉടനെ നീ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്തില്ലേ? ഏത് ആദിലയും നൂറയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു റിയൽ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കുമോ? ഇങ്ങനെ തുടരുകയാണ് ശൈത്യയുടെ ചോദ്യങ്ങൾ. ആ പാവ മനുഷ്യൻ്റെ ഇമോഷൻസ് വെച്ചാണ് ഇവൾ കളിക്കുന്നതെന്ന് പറഞ്ഞ് അനീഷേട്ടൻ്റെ വിഷയം കൂടി ശൈത്യ ഈ ഒരു കാര്യത്തിലേക്ക് എടുത്തിടുകയാണ്. അവിടെ മുതൽ അനുമോളുടെ മുഖത്ത് കുറച്ചും കൂടി പകയുടെ രൗദ്രഭാവം, നമ്മളൊരു സീരിയൽ ഭാഷയിലൊക്കെ പറയാനാണെങ്കിൽ ഒരു രൗദ്രഭാവവും കൂടി തിളങ്ങുന്നത് കാണാൻ പറ്റും. ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല, അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് ശൈത്യ പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അത്രയധികം ബാധിക്കുന്ന ഒന്നാണ്. ശൈത്യ പറയുന്നത് അവരുടെ റിയൽ കൺസേൺ ആണ്. ഇപ്പോൾ അനുവിൻ്റെ PR കം ഫാൻസ് കം ഗുണ്ടകൾ നമുക്ക് അയക്കുന്ന മെസ്സേജുകളൊക്കെ ശപിക്കലാണെന്നേ, ശപിച്ച് നശിച്ചു പോട്ടെ എന്ന് പറയുക, പച്ചത്തെറി വിളിക്കുക, ഇതൊക്കെ നമ്മളിവിടെ ഒരു ടീമായിട്ടിരുന്ന് മാനേജ് ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഏൽക്കേണ്ടി വരുമ്പോൾ, അതും അയാളുമായി ഡയറക്റ്റ് ചേർത്ത് വെച്ചുകൊണ്ട് ഇത്രയും മോശമായി നമ്മളെ ചിത്രീകരിച്ചുകൊണ്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനത് സഹിക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവരുടെ മാനസികാരോഗ്യ നിലവരെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അത്രയും അവരെ തളർത്തിക്കളയും അത്. പക്ഷേ നിങ്ങൾ അപ്പോഴൊക്കെ നോക്കിക്കോ, അനുമോളുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവുമില്ല. ഞാനിത് ചെയ്യും, എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ആ വാശിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നീട് ബിൻസി വന്നിരുന്നിട്ടും പറയുന്നുണ്ട്, ഇവളൊരു ഒറ്റൊരുത്തി കാരണം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് അപ്പാനി ശരത്തുമായി ചേർത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അനുവും ഷാനവാസും കാരണമാണ് ഞാൻ കുറച്ചൊക്കെ കേൾക്കേണ്ടി വന്നത്, ഷാനവാസിനോട് മിണ്ടാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നാണ് ബിൻസി പറയുന്നത്. എന്തായാലും അപ്പോൾ മിണ്ടാതിരുന്ന അനുമോള് വാ തുറക്കുന്നത് ബിൻസി അവളോട് ചെന്ന് സംസാരിക്കുമ്പോഴാണ്. തൊട്ടപ്പുറത്ത് മുൻഷി രഞ്ജിത്ത് ഇരിപ്പുണ്ട്, ക്യാമറകളും തന്നെ നോക്കുന്നുണ്ട് എന്ന് അനുമോൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ സ്വന്തം ഭാഗിനിയായി ാൻ വേണ്ടി അനുമോള് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ പേരിങ്ങനെ വലിച്ചിടുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണ്? വിഷമത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഇവിടം വരെ നമ്മൾ അനുമോളുടെ ചോദ്യം കേൾക്കുമ്പോൾ അങ്ങനെ വിഷമം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണോ ഒരാളെ ആക്രമിക്കാൻ എന്ന് നമുക്ക് തോന്നും. ഇതേ കാര്യം തന്നെ ആദിലയും നൂറയും കുറിച്ച് സരികയോട് പറയുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. ആദിലയ്ക്കും നൂറയ്ക്കും ഇതേ സ്വഭാവമുണ്ട്, ഞാൻ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും വിലക്കലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ അറിയോ? നീ മര്യാദക്കൊക്കെ നോക്കിയും കണ്ടു എൻ്റെ അടുത്ത് നിന്നിട്ടില്ലെങ്കിൽ നിൻ്റെയൊക്കെ ജീവിതം ഞാൻ പുറത്ത് കുട്ടിച്ചോറാക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ വിലക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നൊക്കെ പറയുന്നത്. നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ആവാം, പക്ഷേ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറയരുത്. ഇതേ കാര്യം ബിൻസിയോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ശരിയാണ് ശൈത്യ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അനുമോളുടെ സ്ഥിരം പരിപാടി അവിടെ ഇറക്കുന്നത് നിനക്കും അറിയാം അവളുടെ കഥ. അത് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. അത് പുറത്ത് പറയാൻ കൊള്ളാവുന്ന കഥയാണോ? ആണോ അല്ലേ എന്ന് ബിൻസിയോട് ചോദിക്കുന്നു. ബിൻസി അല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ മോശം കഥ എനിക്ക് വേണേൽ പറയായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തിനാ പറയണേ? എനിക്ക് വേണമെങ്കിൽ അതൊക്കെ വിളിച്ചു കൂവായിരുന്നു. ഇവള് നാറും, പുറത്തിറങ്ങി നടക്കൂല ഇവള് എന്ന് പറയുന്നു. നിങ്ങളൊരു മനുഷ്യനെ അയാളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ബിൻസി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് നിന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യമല്ലേ എന്ന്. അനുമോളെ വിശ്വസിച്ച് ശൈത്യ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം എടുത്തുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിക്കാനും എനിക്ക് പറ്റുമെന്ന് ക്യാമറ ഉള്ളിടത്ത് മുൻഷി രഞ്ജിത്തും കൂടി ഇരിക്കുന്നിടത്ത് അനുമോള് വിളിച്ച് പറയാമെന്ന് പറയുന്നത് ആ രഹസ്യം തുറന്നു പറയുന്ന പോലെയല്ലേ? എന്തായാലും അതിനുശേഷം ശൈത്യയും ആദിലയും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് വേണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്ന് ആദില പറയുന്നുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ് നെല്ലും പതിനും തിരിച്ചറിയാൻ പറ്റുമെന്ന് ശൈത്യം പറയുന്നുണ്ട്. ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് നെല്ലേതാ പതിരേതാന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലാത്ത ആദില പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ എന്തിനാ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. എന്തായാലും ബിൻസി അനുമോളുമായിട്ടുണ്ടായ കോൺവെർസേഷനെ കുറിച്ച് ശൈത്യയോട് പറയുന്നുണ്ട്. രാത്രി വൈകിയ സമയത്ത് അനുമോൾ കിടന്നുറങ്ങുന്ന സമയത്ത് അനുമോളുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന ശൈത്യയെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അനുമോൾ മൈൻഡ് ചെയ്യില്ല.
അനുമോൾ മൈൻഡ് ചെയ്യുകയില്ല. അത് അനുമോളുടെ ഗെയിമാണ്. അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ വികാരങ്ങൾക്കോ അവർ പുറത്തേൽക്കേണ്ടി വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചോ അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ മാനസികാരോഗ്യത്തെക്കുറിച്ചോ ഒരു തരത്തിലും ചിന്തിക്കാത്ത രീതിയിലാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത്. സോ ശൈത്യ ഏതൊക്കെ രീതിയിൽ അനുമോളോട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അനുമോളോട് മാപ്പ് പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ വല്ലതും ഒക്കെ ആണെങ്കിൽ അനുമോൾ ചിലപ്പോൾ കേൾക്കാൻ എങ്കിലും തയ്യാറായി എന്ന് വരും. അപ്പോൾ പോലും അനുമോൾ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അനീഷ് ഏട്ടൻ പ്ലേഡ് ബ്രില്യൻ്റ്ലി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് നമ്മളൊരു ഗെയിം റിയാലിറ്റി ഷോ എന്നാണല്ലോ പറയുന്നത്. ഇത് അനീഷ് ഏട്ടൻ്റെ ഗെയിമാണെങ്കിലും റിയാലിറ്റി ആണെങ്കിലും ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്യാവുന്ന ഏറ്റവും ഗംഭീരമായ രീതിയിലാണ് അദ്ദേഹം ഇത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റിയൽ ലൈഫ് ആണെന്ന് വിചാരിക്കൂ, നാളെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമോ സംസാരമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അനീഷ് ഏട്ടന് പറയാം ഞാനത് അവസാനിപ്പിച്ചതാണ്. ബാക്കിയുള്ളവർ അതിൻ്റെ വള്ളി പിടിക്കുന്നതോ അനുമോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുന്നതോ അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല, ഞാനത് വിട്ടു, എന്നോട് ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇനി ഇത് അദ്ദേഹത്തിൻ്റെ ഗെയിമാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അനീഷ് ഏട്ടനെ അടിച്ചിരുത്താൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈവൻ അനുമോൾക്കടക്കം അനീഷിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. അത് അനീഷ് ഏട്ടൻ ക്ലോസ് ചെയ്തു. ഇനി അതും പറഞ്ഞുകൊണ്ട് ഒരാളും എൻ്റെ അടുത്ത് വരണ്ട എന്നുള്ളതാണ്. സോ ഈ ഗെയിം റിയാലിറ്റി ഷോയിൽ ഗെയിമായിട്ട് നോക്കിയാലും റിയൽ ലൈഫായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനീഷ് ഏട്ടൻ ഇന്ന് രാവിലെ അനുമോളോട് കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത രീതി ഈസ് ബ്രില്യൻറ്റ്. വേണമെങ്കിൽ ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാനുള്ളത്? എന്തായാലും ഒന്ന് പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം പുകയും. പുറത്തിറങ്ങിയിട്ടുള്ള പല ആളുകളും അകത്തേക്ക് വരുമ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവർ കണ്ടതും കാണാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതെങ്ങനെയൊക്കെയാണ് പുകയാൻ പോകുന്നതെന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.